ക്രിസ്തുവേശുവിന്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. മോശയുടെ ചരിത്രം ഓർക്കുന്നുവോ? കുലീനെങ്കിലും ദത്തെടുക്കപ്പെട്ടവൻ, ഈജിപ്തിലെ കൊട്ടാരത്തിൽ വിലസിയ ഇസ്രയേലി കുടുംബക്കാർ അടിമകൾ. മോശ ഭാഗ്യവാൻ. കൊട്ടാരത്തിൽ വാസം, രാജകീയ വിരുന്നുമേശയിൽ ഭക്ഷണം, ഏറ്റവും മെച്ചമായ വിദ്യാഭ്യാസം. പക്ഷെ തന്നിൽ സ്വാധീനം ചെലുത്തിയ അധ്യാപികയ്ക്ക് ബിരുദമില്ലായിരുന്നു. അത് തന്റെ മാതാവ് തന്നെയായിരുന്നു. തന്റെ വളർത്തമ്മയാകുവാൻ ശമ്പളത്തിന് നിയോഗിക്കപ്പെട്ടവൾ. നിങ്ങൾക്ക് മോശയുടെ കാതുകളിൽ അവൾ നൽകിയ മന്ത്രണം കേൾക്കാം. മോശേ, ദൈവം നിന്നെ ഇവിടെ ആക്കിയത് ഒരു ദൗത്യത്തിന്. ഒരിക്കൽ നീ നിന്റെ ജനത്തെ സ്വതന്ത്രരാക്കും. നീ ഒരിക്കലും മറക്കരുത് മകനെ, മറക്കരുത്. മോശെ മറന്നില്ല. നീതിയുടെയും ന്യായത്തിന്റെയും നാളം ജ്വലിക്കും വരെ അവനിൽ ചൂട് വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു മിസ്രൈമ്യൻ യഹൂദ അടിമയെ മർദ്ദിക്കുന്നത് മോശ കണ്ടു. ആ മിസ്രൈമ്യനെ മോശ കൊന്നു. പിറ്റേന്ന് ആ യഹൂദനെ മോശ കണ്ടു. നാം കരുതും ആ യഹൂദൻ മോശയ്ക്ക് നന്ദി പറയുമെന്ന്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. കൃതജ്ഞതയ്ക്ക് പകരം അവൻ കോപം പ്രകടിപ്പിച്ചു. മിസ്രൈമ്യനെ പോലെ നീ എന്നെയും കൊല്ലുമോ എന്ന് അവന്റെ ചോദ്യം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം കാണുന്നില്ല. അപകടത്തിലെന്ന് മോശ തിരിച്ചറിഞ്ഞു. ഈജിപ്തിൽ നിന്നും ഒളിച്ചോടി മരുഭൂമിയിൽ പാർന്നു. ഇതിനെ വേണമെങ്കിൽ തൊഴിൽ മാറ്റമെന്ന് വിളിക്കാം. ഉന്നതവാസത്തിൽ നിന്നും ആടുകളുടെ തലയെണ്ണുന്ന തൊഴിൽ മാറ്റം. ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥ. മാനേജർ പദവിയിൽ നിന്നും തൂപ്പുകാരനായതുപോലെ ഈ മാറ്റം സ്ഥിരമെന്ന് മോശ കരുതി. മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്നതിന്റെ ഒരു സൂചനയുമില്ല. ആടുകളോടുകൂടെ ജീവിച്ച് അവസാനിക്കണമെന്ന ആഗ്രഹത്തിന്റെ എല്ലാ സൂചനയുമുണ്ട്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാൻ ഞാൻ എന്തുമാത്രമുള്ളൂവെന്ന് മുൾപ്പടർപ്പിനരികിൽ നഗ്നപാതനായി നിന്നുകൊണ്ട് മോശ ചോദിച്ചു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം അത് കാണും. മോശ ചോദിച്ചു. അത് വളരെ നല്ല ചോദ്യമായി. എന്തുകൊണ്ട് മോശെ? അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ എന്തുകൊണ്ട് 80 വയസ്സായ മോശെ? 40 വയസ്സുള്ള മോശ അനുയോജ്യനായിരുന്നു. മിസ്രൈമിൽ നാം കണ്ട മോശ ധിക്കാരിയും ധൈര്യശാലിയുമായിരുന്നു. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം കാണുന്ന മോശെ പ്രായം ബാധിച്ചവനും വൈമനസ്യമുള്ളവനുമാണ്. ഞാനോ നിങ്ങളോ മിസ്രൈമിൽ ഉണ്ടായിരുന്നെങ്കിൽ, മോശയെ കണ്ടിരുന്നെങ്കിൽ ഈ മനുഷ്യൻ പോരാട്ടത്തിന് യോഗ്യനെന്ന് പറയുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും മെച്ചമായ സമ്പ്രദായത്തിൽ വിദ്യാഭ്യാസം, ഏറ്റവും സമർത്ഥരായ സൈനികരുടെ കീഴിൽ പരിശീലനം, ഫറവോന്റെ അകത്തളങ്ങളിലേക്ക് ഉടൻ പ്രവേശനം. മോശയ്ക്ക് അവരുടെ ഭാഷ സംസാരിക്കാൻ അറിയാം. അവരുടെ ചിട്ടകളും ആചാരങ്ങളും അറിയാം. ഈ ദൗത്യത്തിന് തികച്ചും യോജ്യം. 40-ലെ മോശയെ നാം ഇഷ്ടപ്പെടും, എന്നാൽ 80-ലെ മോശയെ ഒട്ടും ഇല്ല. പ്രായാധിക്യമുള്ളവൻ, ക്ഷീണിതൻ, ഒരു ഇടയന്റെ ദുർഗന്ധം പേറുന്നവൻ, വിദേശിയെ പോലെ സംസാരിക്കുന്നവൻ. മോശയ്ക്ക് ഫറവോനിൽ എന്ത് സ്വാധീനം ചെലുത്താനാകും? ഈ ദൗത്യത്തിന് തികച്ചും അയോഗ്യൻ. ഞാനിത് ശ്രമിച്ചതാണ്, അവർ സഹായം അർഹിക്കുന്നില്ല. എന്നെ ഈ ആടുകളെ മേയിക്കുന്ന വേലയ്ക്ക് വിട്ടേ. അവയെ നയിക്കുക പ്രയാസരഹിതമാണ്. അവയാണ് ഭേദം. മോശ പോകുകയില്ലായിരുന്നു. നമ്മൾ ആരും മോശയെ അയക്കുകയുമില്ല. പക്ഷെ ദൈവം അത് ചെയ്തു. ഇതിനെ നമ്മൾ എങ്ങനെ കാണും? 40-ാം വയസ്സിൽ ഒഴിവാക്കി 80-ാം വയസ്സിൽ പ്രാപ്തി നൽകി തിരികെ വരുത്തുന്ന ദൈവം. എന്തുകൊണ്ട്? 40-ാം വയസ്സിലില്ലാത്ത എന്തറിവാണ് 80-ാം വയസ്സിൽ മോശയ്ക്ക് കൈവന്നത്? മിസ്രൈമിൽ പഠിക്കാൻ കഴിയാതിരുന്ന എന്ത് പുതിയ കാര്യമാണ് മോശ മരുഭൂമിയിൽ നിന്നും പഠിച്ചു? പറയാം. 80 കഴിഞ്ഞ മോശയ്ക്ക് മരുഭൂമിയിലെ പാമ്പുകളെ അറിയാം, നീരൊഴുകുകളുടെ ഇടം അറിയാം. ലക്ഷങ്ങൾ വരുന്ന എബ്രായരെ മരുഭൂമിയിലൂടെ നയിപ്പാൻ മരുഭൂമിയുടെ അടിസ്ഥാന പാഠങ്ങൾ അറിഞ്ഞിരിക്കണമായിരുന്നു. അടുത്തതായി കുടുംബജീവിതവും അവയിലെ പ്രശ്നങ്ങളെയും കുറിച്ച് അറിവുണ്ടായിരിക്കണമായിരുന്നു. മരുഭൂമി വാസത്തിനിടയിൽ ഒരു പുരോഹിതന്റെ മകളെ വിവാഹം കഴിച്ചു, കുടുംബം കെട്ടിപ്പടുത്തു. അവയേക്കാൾ ഉപരിയായി മോശ തന്നെ കുറിച്ച് തന്നെ ചിലത് പഠിച്ചിരിക്കണമായിരുന്നു. അവയെല്ലാം മോശ പഠിച്ചു എന്ന് വ്യക്തമാണ്. ദൈവം പറയുന്നു, മോശ പാകമായി. തന്നെയുമല്ല, മോശയ്ക്ക് ഉറപ്പ് നൽകുവാൻ ദൈവം മുൾപ്പടർപ്പിൽ നിന്നും സംസാരിച്ചു. മോശയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആ നാടകീയത അനിവാര്യമായിരുന്നു. പഠനം കഴിഞ്ഞു, നീ പ്രവൃത്തി തുടങ്ങാമെന്ന് ദൈവത്തിന്റെ ആലോചന. ദൈവം പഠിപ്പിച്ച വിദ്യാലയത്തിൽ പഠിതാവായിരുന്നുവെന്ന കാര്യം പോലും മോശയ്ക്ക് അജ്ഞാതം. പക്ഷെ മോശ പഠിക്കുകയായിരുന്നു. ചിന്തിക്കുക, അതുപോലെ നാമും പഠിക്കുകയാണ്. ഉൾപ്പടർപ്പിലെ ശബ്ദം നാം ഓരോരുത്തരോടും മന്ത്രിക്കുന്നു. നമ്മിൽ ദൈവപ്രവൃത്തി അവസാനിച്ചിട്ടില്ലെന്ന്. ദൈവപ്രവൃത്തി അവസാനിച്ചുവെന്നൊരു പക്ഷെ നാം ചിന്തിച്ചേക്കാം. മൂർധന്യത്തിലെത്തിയെന്ന് ഉറപ്പിച്ചിരിക്കാം. മറ്റാരെയെങ്കിലും തന്റെ വേല തികയ്ക്കുവാൻ ദൈവം ഉപയോഗിക്കുമെന്ന് വിചാരിച്ചേക്കാം. അങ്ങനെ കരുതുന്നുവെങ്കിൽ ഇപ്പോൾ പുനർവിചിന്തനം ആവശ്യമാണ്. ദൈവം നാം ഓരോരുത്തരിലും ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു. യേശുക്രിസ്തുവിന്റെ നാൾ വരെയും അത് ദൈവം തുടർന്നുകൊണ്ടിരിക്കും. നമ്മിൽ ദൈവം ആരംഭിച്ചത് എന്താ? ഓർക്കുക, ഒരു നല്ല പ്രവൃത്തി. ആ പ്രവൃത്തി അവസാനിക്കുന്നതെന്ന കർത്താവ് മടങ്ങി വരുമ്പോൾ. നമ്മിലെ ദൈവപ്രവൃത്തി അവസാനിച്ചിട്ടില്ല. നമ്മുടെ സ്വർഗീയ പിതാവിന് അത് നമ്മെ അറിയിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മെ ബോധ്യപ്പെടുത്താൻ, നമ്മെ അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും. മുൾപ്പടർപ്പിലൂടെ സംസാരിച്ചേക്കാം, ഒരു അപരിചിതനിലൂടെ സംസാരിച്ചേക്കാം, ഇടപെട്ടേക്കാം. ഒരുപക്ഷെ ഈ ലേഖനത്തിലൂടെ ദൈവം സംസാരിച്ചേക്കാം. ദൈവശബ്ദം തിരിച്ചറിയുക. പുതുവർഷത്തിൽ ദൈവം അതിനായി എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും ഹൃദയംഗമായ പുതുവത്സരാശംസ.